ഹലോ ഗൈസ്, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കാണിക്കാൻ പോണത്. നമ്മളിന്ന് രാവിലെ തന്നെ അൽകുദ്ര ലേക്കിൽ പോയി അവിടെ നിന്നൊരു കട്ടനൊക്കെ അടിച്ച് അവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നടന്ന്, കൂടുതൽ നടക്കാൻ നിന്നില്ല. നടന്നിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ്, അപ്പോൾ നല്ല ക്ഷീണമാവും. ഞങ്ങളാണെങ്കിൽ ലേറ്റായിട്ടാണ് ഉറങ്ങിയത്, നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്തു. ഒരു 20 മിനിറ്റ്സ് ഉള്ളൂ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ഇപ്പോൾ ദേശാടന പക്ഷികളൊക്കെ വരുന്ന ടൈമാണ് ആ ഭാഗത്ത്. അതുപോലെ തന്നെ എല്ലാവരും ടെൻ്റ് അടിക്കുന്ന സമയവും കൂടിയാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ലച്ചുവിന് ഫോട്ടോസ് എടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നടന്നിട്ട് നമ്മൾ പോന്നു. എക്സ്പോ ലേക്കിൽ പോയി. അവിടെയാണ് മാനിനെ കാണാനായിട്ട് പറ്റുക കേട്ടോ. ഇവിടെ കുറേ പക്ഷികളാണ്, ഫ്ലെമിംഗോസൊക്കെ വരും ഈ സമയത്ത്. അപ്പം നമ്മൾ വന്ന് പിന്നെ ഒന്ന് കിടന്നുറങ്ങിയിട്ടൊക്കെ പിന്നെയും പുറത്തു പോവാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. സിലിക്കൺ സെൻട്രൽ മാളിൽ നമ്മുടെ സുഡിയോ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ആയി പറയണം. അങ്ങനെ പറഞ്ഞിറങ്ങിയതാണ്. അപ്പോൾ ലിഫ്റ്റിൽ കുറച്ച് നേരം സ്റ്റക്കായി നിന്നു, പിന്നെ അത് ഓപ്പൺ ആക്കി വന്ന് പിന്നെ നമ്മളത് സിലിക്കൺ സെൻട്രലിൽ എത്തി. അവിടെ എത്തിയപ്പോൾ ക്രിസ്മസിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടപ്പോൾ ലച്ചുനായിട്ട് അവിടെ കുറച്ച് നേരം നടന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. നമുക്ക് കളക്ഷനൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടമായൊന്നുമില്ല. ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ കുറേ പ്രതീക്ഷിച്ചാണ് പോയത്. പിന്നെ നമ്മൾ ഇൽഫോർണോ എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. പിസ്സ കഴിച്ചു. അടിപൊളി പിസ്സ എന്ന് പറഞ്ഞാൽ അടിപൊളി പിസ്സ. അത്രയും തിന്നായിട്ട് നല്ല ക്രീമിയായിട്ട് മാർഗരീത്ത പിസ്സ ആയിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ പാർക്കിലും ഉണ്ട് ഇവരുടെ ഒരു ബ്രാഞ്ച്, പക്ഷെ അവിടെ നിന്ന് നമ്മൾ കഴിച്ചിട്ടില്ല. എവിടെന്നിട്ടില്ലച്ചു ആരാന്ന് നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റിൽ നിന്ന്, ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്. വെരി ഗുഡ്. അൽഫോർണോ അല്ല, ഇൽഫോർണോ എന്നാണ്. പിന്നെ നമ്മുടെ പാസ്ത വന്നു. പെന്നെ പാസ്തയാണ്. പാസ്ത അത്ര പോരായിരുന്നു കേട്ടോ. പിന്നെ ഒരു ബ്രെഡ്, അവരുടെ പേരൊക്കെ അങ്ങനെ അടിച്ചു വെച്ചിട്ടുള്ളൊരു ബ്രെഡ് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് നന്നായിട്ടുള്ള ബ്രെഡായിരുന്നു. പക്ഷേ പാസ്ത അത്ര പോരായിരുന്നു. നമുക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ഒട്ടും എരിവില്ല. അങ്ങനത്തെ അവരുടെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. പർമസൻ ചീസ് തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ആഡ് ചെയ്ത്. പിന്നെ ഉപ്പ് നമ്മൾ ആഡ് ആക്കണം. അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സ് തന്നിട്ടുണ്ടായിരുന്നു, അതും നമ്മൾ ആഡ് ആക്കണം. എന്നാലും അങ്ങോട്ട് അത്രയ്ക്ക് നമ്മൾ കഴിച്ചിട്ടുള്ളതുകൊണ്ട്, ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ട് വെന്നെ പാസ്ത. അപ്പം അതിൻ്റെയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അത്ര പോരായിരുന്നു. കുഴപ്പമില്ല, ഓക്കെ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ നമ്മൾ മോളിലിങ്ങനെ നടന്നപ്പോൾ ബുത്സിൻ്റെ ഒരു ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ മിഡിലായിട്ട് നമ്മൾ നടക്കണ വഴിയിൽ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇംഗ്ലീഷ് ബുക്സ് ഉണ്ട്, മലയാളം ബുക്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ബുക്സ് ഇങ്ങനെ നോക്കിയിരുന്നു. എനിക്ക് കുറച്ച് അതിൻ്റെ ഭ്രാന്തുള്ളതുകൊണ്ട്. പിന്നെ നമ്മൾ പാർക്കിലാണ്. നമ്മുടെ പാർക്കിൽ ക്രിസ്മസിൻ്റെ ലാസ്റ്റ് പ്രോഗ്രാമായിരുന്നു, വിൻ്റർ ബ്രേക്കിൻ്റെ ഒക്കെ ലാസ്റ്റ് പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം കാണാനായിട്ട് പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ അങ്ങനെ കഴിഞ്ഞു കിട്ടാം. ഞാൻ ഇങ്ങനെ വോയിസ് കൊടുത്ത് വ്ളോഗ്സ് ചെയ്തിട്ട് കുറേ നാളായിട്ടുണ്ട്. ചെറിയ വീഡിയോസാണ് ഇപ്പോൾ ഇടാറ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, നന്നായിട്ട് പറയാനൊക്കെ നല്ല മടിയുണ്ട്. കുറേ നേരം ആലോചിച്ചിരുന്നിട്ടൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. പറ്റണില്ല, കുറേ നാളായല്ലോ വ്ളോഗ്സ് ചെയ്തിട്ട്, അതുകൊണ്ടാണ്. അപ്പം വ്ളോഗ്സ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പോരായ്മ ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ ബൈ, ടേക്ക് കെയർ.